ഇന്ന് നമ്മൾ നെക്സ്റ്റ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂള് ഫസ്റ്റ് ചാപ്റ്റർ മൈ ഇമിഗ്രേഷൻ സ്റ്റോറി ബൈ ടാൻലെ. അപ്പം ടാൻലെ എഴുതിയ കഥയല്ല ഇത്, ടാൻലെയുടെ കഥയാണിത്. അവർ അതൊരു ടെഡ് ടോക്കിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഒരു 10-12 മിനിറ്റ് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഒറിജിനൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പറ്റുവാണെങ്കിൽ ഒന്ന് കേട്ട് നോക്കിക്കോളൂ. ടാൻലെ എന്ന് പറയുന്നത് ഒരു വിയറ്റ്നാമീസ് ബോൺ ഓസ്ട്രേലിയൻ ഓൺട്രപ്രണറാണ്. ഹു ഈസ് കറൻ്റ്ലി ലിവിങ് ഇൻ US സാൻ ഫ്രാൻസിസ്കോയിൽ. അവർ ഫൗണ്ട് ചെയ്ത ഫേമാണ് ഒരു ന്യൂറോ ഇൻഫോർമാറ്റിക്സ് ഫേമാണ്, ഇമോട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേം. ടാൻലെയുടെ സ്റ്റോറിക്ക് വരുന്ന ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരൊരു ഇമിഗ്രൻ്റ് ആണ്. അവർ ആക്ച്വലി വിയറ്റ്നാമീസ് ആണ്. പക്ഷേ അവർ വിയറ്റ്നാമീസ് വാറിനൊക്കെ ശേഷം ഫാമിലിയോട് കൂടി ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ യാത്രയുടെ കഥയും അതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ ജീവിതവും അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് എത്തിയതിന് ശേഷം അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതൊക്കെയാണ് ടാൻലെ നമ്മളോട് പറയുന്നത്. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ കഥ പറഞ്ഞു തീർക്കുക. കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കഥയല്ല, 3 തലമുറകളിലുള്ള 4 സ്ത്രീകളുടെ ബന്ധത്തെക്കുറിച്ചും അവരുടെ ബോണ്ടിനെ കുറിച്ച് എങ്ങനെയാണ് ഞാൻ 10 മിനിറ്റിൽ പറയാമെന്നാണ്. ഈ 3 ജനറേഷനിലുള്ള 4 സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇവരുടെ മുത്തശ്ശി, ഇവരുടെ അമ്മ, പിന്നെ ഇവരുടെ സഹോദരി. അപ്പോൾ ഇവർക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അവർ വിയറ്റ്നാമിൽ നിന്ന് അവളുടെ അമ്മ, അവളുടെ അമ്മൂമ്മയും അതുപോലെ അനിയത്തിനെയും അവളെയും കൂട്ടിയിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഒരു ചെറിയ ബോട്ടിലാണ് വരുന്നത്. നടുക്കടലിലൂടെ, ചൈന സീയിലൂടെയാണ് വരുന്നത്. അപ്പോൾ അവൾ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ള മുഴുവനായി തീർന്ന കഥയല്ല, നേരെ മറിച്ച് ഇത് ഓരോ ജിക്സോ പസിലുകൾ, അതിൻ്റെ ഓരോ പീസസ് കൂട്ടി വെച്ച് ഇതൊരു മുഴുവൻ ചിത്രമാക്കി തീർക്കുന്നത് പോലെയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിലെ ആദ്യത്തെ ജിക്സോ പസിൽ പീസിനെ കുറിച്ച് പറയാം. അതാരാണെന്ന് പറയാം. അതാരാണ്? അവളുടെ മുത്തശ്ശനാണ്, അവളുടെ അമ്മയുടെ അച്ഛനാണ്. അപ്പോൾ അവളുടെ അമ്മയുടെ അച്ഛൻ അവൾ പറയുന്നതനുസരിച്ച് ഒരു കവിയും അതുപോലെ തന്നെ നാടകകൃത്ത്, പ്ലേ റൈറ്റും ആയിരുന്നു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ എന്തിനു വേണ്ടിയായിരുന്നു? അദ്ദേഹത്തിൻ്റെ രാജ്യം ഒരുമിച്ച് നിൽക്കാനും അതിൻ്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടായിരുന്നു. ഇത് നമ്മൾ കൊണ്ടുപോകുന്നത് വിയറ്റ്നാമീസ് വാറിൻ്റെ സമയത്തേക്കാണ്. ആ സമയത്ത് വിയറ്റ്നാം 2ആയിട്ട് വിഭജിച്ച് കിടന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, സൗത്ത് വിയറ്റ്നാമും നോർത്ത് വിയറ്റ്നാമും തമ്മിൽ. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ US-ൻ്റെ ഇൻ്റർവെൻഷനൊക്കെ വന്നിട്ട് ഒത്തിരി അധികം ആഭ്യന്തര കലാപം ഒക്കെ നേരിടുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വിയറ്റ്നാം ആകെ 2ആയി പിളർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ അത് മാറി ഇവർ ഒരുമിച്ച് വരണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത്. എന്നാൽ അതൊരിക്കലും നടപ്പിലായില്ല. അവിടെ വന്ന ഗവൺമെൻറ്റ്സും അതോറിറ്റീസും ബാക്കി പുറത്തുനിന്നുള്ള ഫോറിൻ ഇൻ്റർവെൻഷനും ഒക്കെ കാരണം തന്നെ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാവാതെയാണ് അദ്ദേഹം ആ വിഷമത്തിൽ സ്വന്തം ജീവിതം മുഴുവൻ, സ്വന്തം വർക്ക്സും എല്ലാം കംപ്ലീറ്റ്ലി വേസ്റ്റായി പോയി എന്നുള്ളൊരു തോന്നലോടുകൂടെ ബാക്കിയുള്ളവരുടെ കളിയാക്കലൊക്കെ സഹിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് അവൾ പറയുന്നത്. എങ്ങനെ മരിച്ചു എന്നാണ് പറയുന്നത്? ഹി ഡൈഡ് ബ്രോക്കൺ ബൈ ഹിസ്റ്ററി എന്നാണ് പറഞ്ഞത്. ചരിത്രത്തിൻ്റെ ഭാരം മൂലം തകർക്കപ്പെട്ട പോയ ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ എന്നാണ് അവർ പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. ഹി ഡൈഡ് ബ്രോക്കൺ ബൈ ഹിസ്റ്ററി. ആൻസറൊക്കെ എഴുതുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ അവൾക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമൊന്നുമില്ല, നേരിട്ട് അവൾ കണ്ടിട്ടില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവൾ പറയുന്നത്, ഞാൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ മറക്കാനായിട്ട് എന്നെ ഒരിക്കലും അവളുടെ മുത്തശ്ശി സമ്മതിച്ചിട്ടില്ല. കാരണം അവരെപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണം ഒന്നിനും അല്ലാതെ പോകരുത് എന്നുള്ളത് എപ്പോഴും സ്വയം ബോധ്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു അവളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അടുത്ത ജിക്സോ പസിൽ പീസ് എന്ന് പറയുന്നത് അവളുടെ അമ്മയാണ്. അവളുടെ അമ്മയുടെ പേര് മെയ് എന്നാണ്. 18 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവളുടെ അമ്മയ്ക്ക് അവളുടെ അനിയത്തിയും 2 കുട്ടികളാണ്. ഭർത്താവ് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ജീവിതം നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് വിയറ്റ്നാമിൽ നിന്ന് പോരാനുള്ള ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ യുദ്ധത്തിന് ശേഷം അവിടുത്തെ സമാധാന അന്തരീക്ഷമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ജീവിക്കാൻ പറ്റിയ ഒരു കണ്ടീഷനായിരുന്നില്ല വിയറ്റ്നാമിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ലൈഫ് എന്നുള്ള ഹോപ്പിലാണ് അവളുടെ അമ്മ അവളുടെ അനിയത്തിയെ അവളെയും മുത്തശ്ശിയും കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോരാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആദ്യമൊക്കെ അവരത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും
അവരത് ഒരു 4 വർഷം കൊണ്ട് ആ ഒരു തീരുമാനം നടപ്പിലാക്കാനുള്ള പ്രാപ്തിയിലേക്ക് അവർ എത്തിച്ചേർന്നു എന്നാണ് ടാനലെ പറയുന്നത്. അവരെങ്ങനെയാണ് പോരുന്നത്? ഒരു ഫിഷിംഗ് വെസലാണെന്നുള്ള വ്യാജേന ഒരു ചെറിയ ബോട്ടിനകത്താണ് ഇവർ മാത്രമല്ല വേറെ ഒത്തിരി അധികം അങ്ങോട്ട് പോകുന്ന ആളുകളുണ്ട് അവരെ കൂടെ പോകുന്നത്. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഒന്ന് കടൽ കൊള്ളക്കാർ, മറ്റത് റേപ്പ്, പിന്നെ മരണം. ഇത് മൂന്നുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കടലിലൂടെയാണ് പോകുന്നത്. ഇവർക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫിഷിംഗ് വെസലാണ്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും കടൽ കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാവാം. അവർ ക്രൂരരായിരിക്കും. അവരെന്താ ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടെന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ വലിയൊരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ചിലപ്പോൾ ഈ ബോട്ടിലുള്ളവർ തന്നെ അവരെ ഉപദ്രവിച്ചു എന്ന് വരാം. അപ്പോൾ അവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, പിന്നെയുള്ളത് മരണം. കാരണം ചിലപ്പോൾ റിസോഴ്സസൊക്കെ എന്താ പറയുക, ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർന്നു പോയേക്കാം. മാത്രമല്ല ചിലപ്പോൾ ഏത് സമയത്താണ് കടലിൻ്റെ ഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്തെങ്കിലും വന്നേക്കാം, അല്ലെങ്കിൽ ബോട്ടിന് എന്തെങ്കിലും പറ്റി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ മത്സ്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ, അപ്പോൾ മരണം എന്നുള്ളത് എപ്പോഴും അവരെ ഇങ്ങനെ കാർമേഘം പോലെ മൂടി നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ബോട്ടിലുള്ള അവളുടെ ആദ്യത്തെ ഓർമ്മകൾ ബോട്ടിൻ്റെ ശബ്ദമാണ്. പക്ഷെ പിന്നെ അവൾ ഓർക്കാത്ത ചില കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അവരെ ഇടയ്ക്ക് പലപ്പോഴായിട്ട് ആക്രമിച്ച കടൽ കൊള്ളക്കാരെക്കുറിച്ച്, അതുപോലെ തന്നെ അവർ മലേഷ്യൻ തീരത്ത് അവരൊരു ഓയിൽ റിഗ് എന്ന് പറഞ്ഞാൽ കടലിനടിയിൽ നിന്ന് ഓയിൽ കുഴിച്ചെടുക്കുന്ന ഒരു സെറ്റപ്പാണ്. അതിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ അവർക്ക് ആപ്പിളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ആ ആപ്പിള് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ആപ്പിൾ പോലെ ഒന്നുമല്ല ടേസ്റ്റ് ചെയ്തിരുന്നത്. അതിനൊരു ഫ്രഷ്നെസ്സും ഉണ്ടായിരുന്നു, ഒപ്പം അതിന് ചെറിയൊരു ചവർപ്പ്, ഒരു കയ്പ്പ് പോലത്തെ ടേസ്റ്റും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അത് അവർക്ക് അത്രയും, ഒന്നാമത് അവരുടെ ആ ഒരു കൈൻഡ്നെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. രണ്ടാമത് അവൾ അത്രയും ചിലപ്പോൾ ഭക്ഷണം നേരെയൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അവർ 5 ദിനരാത്രങ്ങൾ ഈ ബോട്ടിലായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബോട്ടിലുള്ള എല്ലാവരുടെയും കയ്യിലും, ഇൻക്ലൂഡിങ് അവളുടെ അമ്മയുടെ കയ്യിലും ഒരു ചെറിയ വിഷക്കുപ്പി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഇവർ വിചാരിക്കാത്ത പോലെ നടന്നാൽ ആദ്യം ഇവൾക്കോ ഇവളുടെ അനിയത്തിക്കോ അത് കൊടുക്കും, പിന്നെ അവർ രണ്ടുപേരും അത് കുടിക്കും. കാരണം ആ സമയത്ത് ചിലപ്പോൾ മരണമായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, സേഫസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നിയിട്ടായിരിക്കാം അവരുടെ എല്ലാവരുടെയും കയ്യിൽ. കാരണം ഇവരെ ആരെങ്കിലും നടുക്കടലിൽ വെച്ച് ചിലപ്പം കോസ്റ്റ് ഗാർഡ് പിടിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എന്നുള്ള രീതിയിൽ ഒരു പ്രിക്കോഷനായിട്ട്. അതിനുശേഷം അവർ ഓസ്ട്രേലിയൻ തീരത്തെത്തി. അവർ 3 മാസം റെഫ്യൂജി ക്യാമ്പിലായിരുന്നു. കാരണം ഇവർക്ക് അവിടെ സെറ്റിൽ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടണമല്ലോ. കാരണം ഓസ്ട്രേലിയയിൽ ഒരിടയ്ക്ക് വൈറ്റ് ഓസ്ട്രേലിയൻ പോളിസി എന്ന് പറഞ്ഞിട്ടൊരു പോളിസി ഉണ്ടായിരുന്നു. അതായത് അവരൊരു തരത്തിലുള്ള വേറെ റേസുകളെ അവിടെ വരാൻ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മാറി വന്നതിന് ശേഷമാണ് ഇവർക്ക് ഓസ്ട്രേലിയയിലേക്ക് സെറ്റിൽ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നത്. അതുവരെ അവർ 3 മാസത്തോളം റെഫ്യൂജി ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ മെൽബണിലെത്തി. അവർ ഫൂട്സ്ക്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് താമസം ഉറപ്പിക്കാൻ അവർ തീരുമാനിച്ചു. കാരണം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അധികം ഇതുപോലെ വന്നിട്ടുള്ള ഇമിഗ്രൻസ്, കുടിയേറ്റം ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ അതിനുശേഷം അവർക്ക് ഒത്തിരി അധികം സാമ്പത്തികമായിട്ട് ഒത്തിരി അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സ്ഥലം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു എന്താ പറയുന്നത്, കുടിയേറ്റ ആളുകൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു. കാരണം ആ ഫുഡിൻ്റെ സ്മെല്ല്, റെസ്റ്റോറൻറ്റ്സ്, പല റേസിൽ നിന്നുള്ള ആൾക്കാർ. അങ്ങനെ ടാൻലയുടെ അമ്മ ആ സമയത്ത് ഒരു ഫ്രൂട്ട് ഫാമിൽ വർക്ക് ചെയ്യാൻ കയറി. അവർ 6 ദിവസം ഡബിൾ ഷിഫ്റ്റിൽ വർക്ക് ചെയ്തു. അതേസമയം അവർ കാർ അസംബ്ലി ലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാർ അസംബ്ലി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മാനുഫാക്ചറിങ് സ്റ്റേഷനിലായിട്ട് കാറുകളുടെ പാർട്സ് അവർ അസംബിൾ ചെയ്യാണ്. പകുതി മെഷീനും പകുതി മനുഷ്യന്മാരും ചെയ്യുന്ന രീതിയിൽ. അങ്ങനെ അവർ എന്താ പറയുക, ഏൺ ചെയ്യാൻ തുടങ്ങി. അതുപോലെ അവർ കുറേ IT ക്വാളിഫിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കിട്ടാവുന്ന കുറേ ക്വാളിഫിക്കേഷൻസൊക്കെ അവർ എഴുതിയെടുത്തു. അതുപോലെ തന്നെ ഇവരെ ഇംഗ്ലീഷിനും മാത്തമാറ്റിക്സിനും ട്യൂഷൻ അയച്ചു. പക്ഷെ അവരുടെ ക്ലോത്ത്സ് എപ്പോഴും സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പുതിയ ഡ്രസ്സാണെങ്കിലും അത് അവർക്ക് സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. ആരെങ്കിലും ഉപയോഗിച്ച ഇതായിരുന്നു എപ്പോഴും വാങ്ങിയിരുന്നത്. കാരണം അവർക്ക് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. 2 പേർ സ്റ്റോക്കിങ്സ് ഉണ്ടായിരുന്നു. സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിടുന്ന സോക്സ് പോലത്തൊരു സംഭവമാണ്. 2 എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതായതുകൊണ്ട് തന്നെ ഒന്നിലുണ്ടാകുന്ന ഹോൾസ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത്. അതുപോലെ അവർക്ക് സ്കേർട്ട് വാങ്ങിയത്, പാവാട വാങ്ങിയതെന്ന് പറഞ്ഞാൽ അവരുടെ കാലിൻ്റെ
ആംഗിൾ വരെ എത്തുന്നതായിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്നാൽ കുറേ കാലം ഉപയോഗിക്കാമല്ലോ, കാരണം കുട്ടികൾ വലുതാവുമല്ലോ, അപ്പോൾ കുറേ കാലം ഉപയോഗിക്കാമല്ലോ എന്നുള്ള ഐഡിയ വെച്ചിട്ടാണ് അവർ വലുത് വാങ്ങിയിരുന്നത്. പക്ഷെ അതേ സമയം ഇവർ അവിടെയൊക്കെ ഈ റേഷ്യലായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം പലപ്പോഴും റോഡിലൊക്കെ വലിയ ഗ്രാഫിറ്റിയിൽ ഏഷ്യൻ ഗോ ഹോം, ഏഷ്യൻസിന് അവരെ ഇവിടെ സ്വാഗതം ചെയ്യുന്നില്ല, നിങ്ങൾ തിരിച്ചു പോ എന്നുള്ള രീതിയിലൊക്കെ അവിടെ ഇവിടെയായിട്ട് ആളുകൾ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ടാൻലി നമ്മളോട് പറയുന്നത്. അപ്പോൾ ഏഷ്യൻ ഗോ ഹോം എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഗോ ഹോം വേർ, എവിടെയാണ് വീട് എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇനി വീട് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഹോം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും അവർക്ക് ഉള്ളിൽ എങ്ങനെയെങ്കിലും അതെല്ലാം ഓവർകം ചെയ്യാം എന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. അവർ 3 പേര്, അവരും അവരുടെ അനിയത്തി അമ്മയും ഒരേ കട്ടിലാണ് കിടന്നിരുന്നത്. അവരെപ്പോഴും തങ്ങളെ ഒരു ദിവസത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് പരസ്പരം പറയുമായിരുന്നു. ഇവളുടെ അമ്മയ്ക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. പക്ഷേ അവർക്ക് ഈ ബോട്ടിലെ ജേണി അവർക്കൊരു കൈൻഡ് ഓഫ് ട്രോമ ഉണ്ടാക്കി. അത് കാരണം അത് എപ്പോഴും അവർക്ക് നൈറ്റ് മെയർസ്, പേടി സ്വപ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ടാൻലയുടെ ജോലി എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഉണ്ടാകുന്നവരെ അവൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ അവർക്കതുണ്ടായാൽ ഉടനെ അവരെ വിളിച്ചെണീപ്പിക്കും. അപ്പോൾ ആ സ്വപ്നം പെട്ടെന്ന് നിൽക്കുമല്ലോ, എന്നിട്ട് അവൾ ഉറങ്ങുള്ളായിരുന്നു എന്നാണ് പിന്നീട് അവൾ പറയുന്നത്. പിന്നീട് അവൾ പഠിച്ചു, ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് അവൾ വക്കീലാവാനാണ് പഠിച്ചത്. അങ്ങനെ ഫൈനൽ ഇയർ ലോ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് അവൾ യങ് ഓസ്ട്രേലിയൻ അവാർഡ് ഓഫ് ദ ഇയർ അവൾക്ക് കിട്ടി. അങ്ങനെ ആർക്കും അറിയാതിരുന്ന ഒരു ഇമിഗ്രൻ്റ് സ്റ്റുഡൻ്റ് ആയിരുന്ന ടാൻലെ ഇന്ന് സോഷ്യൽ ആക്ടിവിസ്റ്റായി, റെഫ്യൂജി ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റായി. അതുപോലെ തന്നെ അവളെ പലരും സംസാരിക്കാൻ വേണ്ടി വിളിക്കാൻ തുടങ്ങി. അവൾക്ക് സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് ഒന്നും ചിലപ്പോൾ കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നവൾ പറയുന്നുണ്ട്. അതായത് അവൾക്ക് പ്രോട്ടോകോൾസ് അറിയില്ലായിരുന്നു, എങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. കട്ട്ലറി യൂസ് ചെയ്യണം, കാരണം നമ്മൾ ഈ സ്പൂണും ഫോർക്കും യൂസ് ചെയ്യുന്നതിന് ചില രീതികളുണ്ടെന്ന് പറയും, അതറിയില്ലായിരുന്നു. അല്ലെങ്കിൽ വൈനിനെ കുറിച്ച് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. കാരണം ഇതൊക്കെ കുറച്ച് സോഷ്യലി എലീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ സൊസൈറ്റിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് എപ്പോഴും വൈനിനെ കുറിച്ചൊക്കെ സംസാരിക്കുക. അങ്ങനത്തെ ചില രീതികളുണ്ട്. ഇതൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പലരും അവളെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് അവളുടെ അമ്മയോട് പറഞ്ഞു എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവളുടെ അമ്മ അവളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ അമ്മ അവളെയും കൊണ്ട് ആ ബോട്ടിൽ കയറിയ സമയത്താണ് അതേ പ്രായമായിരുന്നു അവൾക്ക് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നോ എന്നുള്ളത് ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ല. അത് ചെയ്യേ, എങ്ങനെയെങ്കിലും അത് ചെയ്യേ, ജസ്റ്റ് ഡു ഇറ്റ് എന്നാണ് അവളുടെ അമ്മ പറഞ്ഞത്. ആൻഡ് ഡോണ്ട് ബി വോട്ട് യു ആർ നോട്ട്. നീ അല്ലാതെ ഒരിക്കലും പെരുമാറരുത്, അല്ലെങ്കിൽ നീ എന്താണ് എന്നുള്ളത് എനിക്കെപ്പോഴും ഓർമ്മ വേണം, അതല്ലാതെ മറ്റൊന്നും നീ ആവരുത് എന്നുള്ളൊരു ഉപദേശവും കൂടെ അവൾക്ക് കൊടുക്കുകയാണ് അവളുടെ അമ്മ. അതുകൊണ്ട് തന്നെ ഈ വേദികളിലൊക്കെ അവൾ യൂത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അതുപോലെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുറിച്ച് അവൾ സംസാരിച്ചു. അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് അവൾ സംസാരിച്ചു. അങ്ങനെ അവൾ വക്കീലായിട്ട് ബിരുദം നേടിയെങ്കിലും അവൾക്കത് പോരാ എന്നുള്ള ഒരു ഇത് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് ഈ സ്പീച്ചിൽ ക്ലിയറായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അവൾ അതിന് ശേഷം കൊമേഴ്സിലൊരു ബിരുദം കൂടി എടുത്തു. അവളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് നമ്മളോട് പറയുന്നത്, ഇറ്റ്സ് ഓക്കെ ടു ബി ആൻ ഔട്ട്സൈഡർ. നിങ്ങൾ പുറമേ നിന്നുള്ള ഒരാൾ, നിങ്ങളെപ്പോഴും ഇൻക്ലൂഡഡ് അല്ലെങ്കിലും അത് ആക്ച്വലി കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പുറമേ നിന്നുള്ള ഒരാളായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ചിലപ്പോൾ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഹോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻ എന്നുള്ളതൊക്കെ പലപ്പോഴും ചെറുതായിരിക്കും. പക്ഷെ പുറമേ നിന്നുള്ള ഒരാളാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ സീനിൽ നോക്കിക്കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് അവളുടെ ഫേം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് കുറേ അധികം ആളുകളെ അവൾ ഒരുമിച്ച് ചേർത്ത്, അവർക്ക് പൈസയൊന്നും ഇല്ലായിരുന്നു, അവൾക്ക് ഫണ്ടിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ അധികം ഐഡിയാസ് ഉണ്ടായിരുന്നു. ചിലത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു, ചിലത് അത്രയും നല്ല സക്സസ്ഫുൾ ഐഡിയാസും ആയിരുന്നു. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും എൻഡ് ഓഫ് ദ ഡേ അവൾ ഒരു വലിയ പാത്രത്തിൽ കുറേ അധികം സൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് അവരെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെയാണ് അവർ പതിയെ ഡെവലപ്പ് ചെയ്ത് വന്നത്. പിന്നീട് അവൾ അതേപോലെ അവളുടെ ഒരു ഹഞ്ചിൻ്റെ പുറത്ത്, അവളുടെ ഒരു തോന്നലിൻ്റെ പുറത്താണ് അവൾ അമേരിക്കയിലേക്ക്, US അവർ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന് ശേഷമാണ് അവളുടെ ഫേമൊക്കെ ഫൗണ്ട് ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് ഒരു ഭയങ്കര സക്സസ്ഫുള്ളായിട്ടുള്ള ബിസിനസ് പേഴ്സണായിട്ട് മാറുന്നത്. അങ്ങനെ ലാസ്റ്റിലേക്കാണ് നമുക്ക് വേറെ അവളുടെ അടുത്ത ജിഗ്സോ പസിലിനെ കുറിച്ച് സംസാരിക്കുന്നത്, അവളുടെ മുത്തശ്ശിയെക്കുറിച്ച്. അവളുടെ മുത്തശ്ശി ജീവിച്ചിരുന്നത് കൺഫ്യൂഷനിസം വളരെയധികം പോപ്പുലറായിട്ട് ചൈനയിൽ നിന്നിരുന്ന സമയത്താണ്. കൺഫ്യൂഷനിസം എന്ന് പറയുന്നത് ഒരു റിലീജിയനും മാത്രമല്ല, ഒരു വേ ഓഫ് ലീവിങ് കൂടെയാണ്. അതായത് ഒരു മതം എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു ജീവിത രീതിയാണ്.
കൺഫ്യൂഷ്യനിസത്തിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് അതർ വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളെയല്ല, പക്ഷേ കൂടുതലായിട്ടും ഫാമിലി അതുപോലെ സോഷ്യൽ ഹാർമണി ഒക്കെയാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോക്കൽസിനായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആ സമയത്ത്, മാൻഡറിൻസിന്. അവളുടെ മുത്തശ്ശി ജനിച്ച സമയത്തെ അവരുടെ അച്ഛൻ മരിച്ചു, മുത്തശ്ശിയുടെ അച്ഛൻ മരിച്ചു. മുത്തശ്ശിയുടെ അമ്മയാണ് ഒറ്റയ്ക്ക് അവരെ വളർത്തിയത്. പക്ഷേ 17-ാമത്തെ വയസ്സിൽ അവൾ എന്താ പറയുന്നത്, ഒരു മാൻഡറിൻ്റെ, അതായത് ഒരു ലോക്കലിൻ്റെ രണ്ടാം ഭാര്യയായിട്ട് അവർക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. ആൻഡ് അയാളുടെ അമ്മ അവരെ വളരെയധികം ഉപദ്രവിച്ചിരുന്നു. പക്ഷേ ആ സമയത്തും അവളുടെ ഹസ്ബൻഡ് അവളെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല, അവൻ്റെ അമ്മ തല്ലിയിരുന്ന സമയത്തും. അങ്ങനെ ആ സമയത്ത് തന്നെ ഒരു ഭയങ്കര സെൻസേഷൻ ഉണ്ടാക്കിക്കൊണ്ട് മുത്തശ്ശി അവരുടെ ഹസ്ബൻഡിനെ കോർട്ടിൽ കൊണ്ടുപോയി. അതുമാത്രമല്ല സ്വന്തം ആയിട്ട് കേസ് വാദിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ അവർ ആ കേസ് ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവരൊരു ഭയങ്കരമായിട്ടുള്ള സെൻസേഷനായിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരെ തിരുത്തുകയായിരുന്നു അവളുടെ മുത്തശ്ശി അന്നും ചെയ്തിരുന്നത്. അങ്ങനെ ഇവൾ സിഡ്നിയിൽ തന്നെ, ഓസ്ട്രേലിയയിലാണ് സിഡ്നിയിൽ ഒരു ഹോട്ടൽ റൂമിൽ കുളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മെൽബണിൽ നിന്ന് അവളുടെ മുത്തശ്ശി മരിച്ചു എന്നവർ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് അവൾ പറഞ്ഞത് എന്താ വെച്ചാൽ, അവൾ മറ്റേ ഷവറിൽ സ്ക്രീൻ ഉണ്ടാവുമല്ലോ, ഗ്ലാസ് സ്ക്രീന്, അത് കൂടെ നോക്കുന്ന സമയത്ത് അവളുടെ ഓപ്പോസിറ്റായിട്ട് അവളുടെ മുത്തശ്ശി നിന്നിരുന്നു എന്ന് അവൾക്ക് തോന്നിയിരുന്നു. കാരണം അവർ ബായ് പറയാൻ വന്നതായിരിക്കാം എന്നാണ് അവൾ പറയുന്നത്. അതിനുശേഷമാണ് അവൾക്ക് അവളുടെ അമ്മയുടെ കോൾ വരുന്നത്, മുത്തശ്ശി മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഭൗതിക ശരീരം കൊണ്ട് അവർ പോയത് ഫൂട്സ്ക്രേൽ എന്നുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ്. അങ്ങനെ അവർ രാത്രി വരെ അതിനൊപ്പം ഇരുന്നു. അപ്പോൾ ആ സമയത്ത് ലാസ്റ്റ് അവളുടെ അമ്മ അവിടുത്തെ ഒരു ബുദ്ധിസ്റ്റ് മോങ്കിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇവരുടെ ഈ കൈ മാത്രം ഇത്ര ചൂടായിരിക്കുന്നത്, ബാക്കി ശരീരമെല്ലാം തണുത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ മങ്ക് പറഞ്ഞു, നിങ്ങൾ രാവിലെ തൊട്ട് അത് പിടിച്ചുകൊണ്ടായിരിക്കുന്നത്, അതുകൊണ്ടാണത് ചൂടായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ടാൻലെ തൻ്റെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത്, അവളുടെ ഫാമിലിയിൽ ആ സ്ട്രെങ്ത്തും റെസിലിയൻസും ഉണ്ടെങ്കിൽ, ശക്തി ഉണ്ടെങ്കിൽ, അതെല്ലാം സ്ത്രീകളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം ചിലപ്പം പുരുഷന്മാർ ഇൻവോൾവ് ആയിരുന്നെങ്കിൽ അവർ എളുപ്പം തോൽപ്പിക്കപ്പെട്ടു പോയിരുന്നു എന്നുള്ള ഒരു തോട്ട് അവൾക്ക് വന്നിരുന്നു എന്നാണ് അവൾ പറയുന്നത്. ഇനി അവൾക്ക് സ്വന്തമായിട്ട് കുട്ടികൾ വേണം. അപ്പോൾ ആ സമയത്താണ് അവൾ ബോട്ടിനെ കുറിച്ച് ആലോചിക്കുക. സ്വന്തം മക്കൾക്ക് അങ്ങനെ ഒരു അവസരം വേണ്ടി വരുന്ന ഏത് അച്ഛനമ്മമാരാണ് ചിന്തിക്കുക. പക്ഷെ അവൾ പറയുന്ന അതേ സമയം എനിക്ക് പ്രിവിലേജസിനെയും പേടിയാണ്. അങ്ങനത്തെ എൻറ്റൈറ്റിൽമെൻറ്റ്സ്, അതായത് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും കാര്യങ്ങളും കിട്ടുക എന്ന് പറയുന്നതും എനിക്ക് പേടിയാണ് എന്നാണ് പറയുന്നത്. അവരെല്ലാം അറിഞ്ഞു വളരണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം എന്നുള്ളതാണ് അവൾ പറയുന്നത്. അപ്പോൾ അതുതന്നെ അവളുടെ മക്കൾക്കും അങ്ങനെ ഒരവസ്ഥ വന്നാലും അവരെ തടയുകയല്ല, നേരെ മറിച്ച് അവരതിലൂടെ സേഫായിട്ട് വരട്ടെ എന്നുള്ളത് മാത്രമാണ് അവൾക്ക് നോക്കാൻ പറ്റുക എന്നുള്ളതാണ് ടാൻലെ പറയുന്നത്. അങ്ങനെയാണ് അവളുടെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ചോയ്സസിനെ ഒന്നും, അവരെടുത്ത തീരുമാനങ്ങളെയൊന്നും അവർ റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ലാസ്റ്റിലെ ലൈൻസിൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന ധ്വനി. ടാൻലയുടെ സ്പീച്ച് നമുക്ക് കുടിയേറ്റം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബ്രോഡായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കും കൂടെ നമ്മളെ നയിക്കുന്നുണ്ട്. ഇമിഗ്രൻസ് എന്ന് പറയുന്ന അവർക്ക് ഉണ്ടാവുന്ന റെഫ്യൂജീസ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം റെഫ്യൂജീസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പലരും പല രാജ്യങ്ങളുടെ ബോർഡറും ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്താ വേണ്ടത് അവർക്ക് നല്ലൊരു ജീവിതം, സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതെല്ലാവരുടെയും റൈറ്റുമാണ്. അപ്പോൾ ഈ ഒരു കഥ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനത്തെ സോഷ്യലി കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോടുകൂടെ അത് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും. താങ്ക് യു.